ഈ അനീഷിന്റെ പേര് ഇങ്ങനെ എടുത്തു പറയാൻ കാരണം അനീഷിന്റെ ആദ്യമൊന്നും എനിക്ക് അത്ര ഇതില്ല, പക്ഷേ ഇപ്പോൾ മുന്നോട്ട് ആഴ്ചകൾ ഇങ്ങനെ കഴിയും തോറും എനിക്കൊരു തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് വെച്ച് നോക്കുമ്പോൾ സെലിബ്രിറ്റീസിനെക്കാട്ടിയും കുറച്ചുകൂടി എനിക്ക് തോന്നി കോമണർ ആയിട്ടുള്ള എനിക്ക് തോന്നി ഈ സീസൺ 7 സീസൺ വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ വന്ന കോമണറിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കുറച്ചുകൂടി പക്വതയും പാകത, കുറച്ച് ദേഷ്യവും ചാടിക്കടിയും കുറച്ച് എന്താ പറയുക, അത് പുള്ളിയുടെ ഒരു കുറേ ഗെയിം ഒരു ട്രിക്കും. അതുപോലെ രേണുസുതി അത് നിർത്തി പോകുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത്രയും പ്രേക്ഷകരുടെ ഉണ്ടായിരുന്നു, നമ്മൾ പുറത്തത് കാണുന്നു, രേണുസുതി അതിനുള്ളിൽ ഇരുന്ന് കാണുന്നു. പക്ഷേ എന്താ രേണുസുതി ഒരു ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ എനിക്കാണ് അതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് ബിൻസിയും ശാരികയൊക്കെ ഭയങ്കരമായിട്ട് പുള്ളിക്കാരി അതിനുള്ളിൽ ഒരു ദിവസമെങ്കിലും കയറണം എന്ന് പറഞ്ഞ് പോയ ഒരാൾ എന്നുള്ള രീതിയിൽ കൂടെ പറഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ഒരു എന്താ സ്പേസ് വേസ്റ്റ് ആക്കി എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരിക്ക് ഒരു രീതിയിലും അത് എന്തോ മെൻ്റലി ഫിസിക്കലി പുള്ളിക്കാരി ഒരു ആപ്റ്റല്ലായിരുന്നു, പുള്ളിക്കാരി അത് പറയുകയും ചെയ്തു. പക്ഷേ ശാരിക ബിൻസിയൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ ദിവസമൊക്കെ നിൽക്കാൻ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. എങ്ങനെയാണ് അല്ല ഇത്രയും 35 ദിവസം രേണുസുതി എന്താ ചെയ്തിരുന്നത്? ശാരിക എന്തായിരുന്നല്ലേ, എന്നാലും അവിടെ അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എനിക്കിപ്പം ഓരോ എപ്പിസോഡ് ബേസ് ഒന്നും എനിക്ക് പറയാനില്ല, കാരണം ഞാൻ ആകെ ഒരു 1-2 ആഴ്ച ഞാൻ കണ്ടിട്ടുള്ളൂ ഒന്നാമത്തത്. രണ്ടാമത്തത് ഞാൻ അന്നെന്നുള്ളത് കാണുന്നതിനനുസരിച്ചൊരു റിവ്യൂ പറയുന്നുണ്ടായിരുന്നു. അല്ല എനിക്ക് അവരാരും ചെയ്ത കാര്യങ്ങളൊന്നും ഓർത്തിരുന്ന് പറയാൻ പറ്റിയൊരു ഇതൊന്നും എനിക്കില്ല. അത് വേണ്ടിയിട്ട് അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ടോട്ടൽ മൊത്തത്തിൽ വെച്ചിട്ട് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമണർ അനീഷ് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതെനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? അലൻ ജോസ് പെരേര വന്നാലല്ലേ അറിയാൻ പറ്റും. പുറത്ത് കാണുന്ന പുള്ളിയെ നിങ്ങളെ വിളിച്ചിരുന്നോ? ഞാൻ കഴിഞ്ഞ 3 സീസൺ വിളിച്ചിരുന്നു. കഴിഞ്ഞ സീസൺ ലാസ്റ്റ് സീസണിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ ആ സമയത്താണ്. അതിന് മുമ്പത്തെ സീസണിൽ എൻ്റെ മോളുടെ സർജറി ഉണ്ടായിരുന്നു, അതങ്ങനെ പോയി. കഴിഞ്ഞ സീസണിലാണെന്നുണ്ടെങ്കിലും ഇൻ്റർവ്യൂ കഴിഞ്ഞു. പക്ഷേ എനിക്ക് എന്താണ് വയലൻസ് കുറവാണ് അവർ പറഞ്ഞത്. വയലൻസ് കുറവ്, പിന്നെ അത് സംസാരത്തിൽ ഭയങ്കര സ്റ്റാൻഡേർഡാണ്. അതിൽ പറഞ്ഞ ആരാണ്? പ്രവീൺ ചേട്ടൻ. അതിൽ പ്രവീൺ എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞതാണ്. വേറെ പേരും കൂടെ പറഞ്ഞില്ലെങ്കിൽ പറയും ഞാൻ ചുമ്മാ പറയണമെന്ന് പറയും. പിന്നെ എന്താ പറയുക, ലോക്കലായിട്ട് സംസാരിക്കാൻ അറിയില്ല. അത് നന്നായിട്ടൊന്ന് പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ അത് അവർക്കറിയില്ല. അനുമോളെ കുറിച്ച് എന്താണ് ശരിക്കും പറയുന്നത്? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, കാരണം ഇപ്പോൾ സീരിയൽ അമ്മായിമാരെല്ലാവരും കൂടെ എൻ്റെ നെഞ്ചത്ത് കയറും. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക. അപ്പൊ സീരിയൽ അമ്മായിയാണ് അനുമോള് നല്ല ഇപ്പൊ പറഞ്ഞതിലർത്ഥം. അമ്മായിയാണ്, എന്തിനാണ് വെറുതെ കോൺട്രവേഴ്സി ഉണ്ടാക്കണം? നേരത്തെ പറഞ്ഞ സീരിയൽ അമ്മായിമാരൊക്കെ ചിരിച്ചോണ്ടിരിക്കുന്ന മുഖത്തിന് വേറെ രീതിയിലാക്കണോ? അല്ല അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് തിരിച്ചു പറഞ്ഞെന്നുള്ളൂ. സീരിയൽ അമ്മായിമാർക്ക് എന്തിന് ഞാൻ ഒരു കണ്ടന്റ് ഇട്ട് കൊടുക്കുന്നു, വെറുതെ എൻ്റെ നെഞ്ചത്ത് കയറാൻ ഇന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. വെറുതെ എന്തെങ്കിലും പറഞ്ഞേം കൂടി പറയാതിരിപ്പിക്കരുത്. അപ്പൊ നേരത്തെ പ്രവീൺ പറഞ്ഞല്ലോ വയലൻസ് ഇല്ലാന്ന്, ഇപ്പൊ കാണുന്നത് ആ രീതിയിലുള്ള പ്രൊവോക്കേഷൻ ആണല്ലോ. അപ്പൊ അവർക്ക് തെറ്റുപറ്റി വിചാരിക്കുന്നുണ്ടോ? ആ പ്രവീൺ എന്ന് പറഞ്ഞ ആൾക്ക് തെറ്റുപറ്റിന്നുണ്ടായി വിചാരിക്കണം. അപ്പൊ വാക്കുകൾ അതല്ലേ ഞാൻ പറയാം, എന്നെ ശരിക്കും അറിയാത്തതുകൊണ്ടാണ്. ചുമ്മാ കിടന്നിട്ട് വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ ആരെങ്കിലും ചൊറിഞ്ഞാൽ ഞാൻ കയറി മാത്രമേ ഉള്ളൂ. അല്ല ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരെ പോയിട്ട് വെറുതെ നമ്മൾ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവർ സ്റ്റാൻഡേർഡിൽ സംസാരിക്കുന്നവരെ മതി എന്ന് പറയുന്നുണ്ടോ? ബിക്കോസ് വേണ്ടാന്ന് സ്റ്റാൻഡേർഡിൽ സംസാരിക്കുന്നത് സ്റ്റാൻഡേർഡ് ആവരുത് എന്നാ പറയുന്നത്.